നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലും ഒന്നുമില്ലാതെ ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: മല്ലിയില, പുതിനയില, കറിവേപ്പില, ലെമൺ, കുരുമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക. അതിന് പകരം നമുക്ക് ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുകയും ചെയ്യാം. പിന്നെ പച്ചമുളക്. നമ്മളിതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളകും പച്ചമുളകും നമ്മൾ ചേർക്കണം. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ എടുക്കുന്ന ചിക്കൻ എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഒരു അളവ് കറക്റ്റായിട്ട് പറയാത്തത്. ഇതിലേക്ക് ലെമൺ ജ്യൂസും ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് ഇതെല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോഴും ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ഒറിഗാനോ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ നമുക്കതും കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് തൈരും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാല നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ 900 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസുകൾ വലുതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് മസാല കയറാനും ഉപ്പ് എരിവൊക്കെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും വയ്ക്കണം. ശരിക്കും നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടുള്ള പോലത്തെ ടേസ്റ്റ് തന്നെ നമുക്കിത് കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാ പീസും ഇതേപോലെ മസാല തേച്ചിട്ടുണ്ട്. അങ്ങനെ 2 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചു. അതിനുശേഷം നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ കുക്കിംഗ് ഓയിലായാലും മതി. ഞാൻ ഒലിവ് ഓയിലാണ് ചെയ്യാറുള്ളത്. ഒലിവ് ഓയിലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അതിൽ നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അധികം ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല ഗ്രില്ല് ചെയ്ത പോലെ തന്നെ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടും. അപ്പം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.